വിഷ്ണുവിന്റെ ഊർധ്വപുണ്ഡ്രവും ശിവന്റെ ത്രിപുണ്ഡ്ര തിലകങ്ങളും തമ്മിൽ അഭേദ്യമായ ചില ബന്ധങ്ങൾ നമുക്ക് കണ്ടെത്തുവാനാകും. അവ തമ്മിൽ മറ്റു പല അർത്ഥങ്ങളും ഉണ്ടെങ്കിൽ പോലും അവ രണ്ടും പരമോന്നത ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്നു: ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അതുമല്ലാതെ രസകരമായ ചിലതും ചൂണ്ടിക്കാണിക്കുവാനാകും. മഹാവിഷ്ണുവിന്റെ പ്രതീകമായ ഊർധ്വപുണ്ഡ്രത്തിന് ശിവന്റെ ആയുധമായ ത്രിശൂലത്തിനോട് എന്തോ സാമ്യമില്ലേ? അതേപോലെ ശിവന്റെ പ്രതീകമായ ത്രിപുണ്ഡ്രം മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രവുമായി സാമ്യമില്ലേ? ഒരു വൃത്താകൃതിയിലുള്ള ചക്രത്തിന്റെ തലം രേഖയായി ദൃശ്യമാകുന്നു. നിങ്ങൾക്കതിൽ യാതൊരു യുക്തിയുമില്ലെന്ന് തോന്നിയേക്കാം. ത്രിപുണ്ഡ്രയ്ക്ക് 3 വരകളുണ്ട്. എന്നാൽ സുദർശന ചക്രം ഒരു വരിയായി അഥവാ വരയായി മാത്രമേ തോന്നുകയുള്ളൂ. നിങ്ങളുടെ സംശയം നല്ലതാണ്. അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതും. സുദർശന ചക്രം സമയചക്രത്തെ പ്രതിനിധീകരിക്കുന്നതായി പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സമയത്തിന് പ്രധാനമായും 3 വിഭാഗങ്ങളുണ്ട്. ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ 3 വരകളെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ മറ്റൊരു സംശയം ഉദിക്കുന്നില്ലേ? ത്രിപുണ്ഡ്രയുടെ മധ്യത്തിലെ ചുവന്ന വൃത്തത്തിന്റെ കാര്യം. ആ ചുവന്ന ബിന്ദു എന്നത് ഏറ്റവും പ്രധാനമായതാണ്. നേരത്തെ അതിനെ നമ്മൾ ശക്തിയോട് പ്രതീകപ്പെടുത്തി. ഇവിടെ അതിനെ പരമാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. സർവഭോജികളുടെ ആത്യന്തിക ആത്മാവ്. വൃത്താകൃതിയിലുള്ള ചിഹ്നം സൂര്യനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ സൂര്യനെ പരമോന്നത ദൈവമായി വിശ്വസിച്ചിരുന്നു. വർഷങ്ങളായി വ്യാഖ്യാനവും പ്രതീകാത്മകതയും മാറിയിട്ടുണ്ടെങ്കിലും ആത്യന്തിക ദൈവത്തെ സൂചിപ്പിക്കുന്നതിന്റെ പ്രതീകമായി അതിന്റെ വൃത്താകൃതി ഇപ്പോഴും ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിഷ്ണു ശിവന്റെ അടയാളം വഹിക്കുന്നു, തിരിച്ച് ശിവൻ വിഷ്ണുവിന്റെയും. ഹിന്ദുമതത്തിലെ സജീവ പരമോന്നത ദൈവങ്ങൾ പരസ്പരം എങ്ങനെ ആദരവ് പ്രകടിപ്പിക്കുന്നുവെന്ന് ഈ തിലകങ്ങൾ കാണിച്ചു തരുന്നു.